ആഫ്രിക്കക്കാർക്കും നേപ്പാളുകാർക്കുമൊക്കെ ബാധകമാക്കിയ പോലീസ് ക്രിമിനൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മഹത്തായ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും കൂടി ബാധകമാക്കി UAE സർക്കാർ. എന്തിനാണ് അവരത് ബാധകമാക്കിയത് എന്ന് ചോദിച്ചാൽ വേറൊന്നിനുമല്ല, അവരുടെ രാജ്യം സുരക്ഷിതമായിരിക്കാനും അവിടെ എത്തുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഇവിടെ നിന്ന് തല്ലാനും കൊല്ലാനും തെക്ക് വടക്ക് നടക്കുന്ന കേസുകളിൽ പ്രതിയായ ആളുകൾ ഏതെങ്കിലും തരത്തിലേക്ക് ആ രാജ്യത്ത് എത്തിച്ചേരാതിരിക്കാനുമാണ് ഇപ്പോൾ അത്തരമൊരു സംവിധാനം അവിടുത്തെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിത് അറിഞ്ഞത് എൻ്റെ ഒരു സഹോദരിയുടെ മകന് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകുമ്പോൾ വളരെ സ്പീഡിൽ ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ മനസ്സിലാക്കിയത്. ഇതിനു മുമ്പൊന്നും ഞാൻ ഇതുപോലെ ഒരു സംഗതി കേട്ടിരുന്നില്ല. പാസ്പോർട്ട് കിട്ടുമ്പോൾ പോലീസ് ക്ലിയറൻസ് വേണമെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്കും ഇത് എന്തിനാണ് എന്ന ചിന്ത എനിക്കുണ്ടായി. ആ അന്വേഷണത്തിലാണ് നമ്മുടെ മലയാളികളായ വമ്പന്മാരും കൊമ്പന്മാരുമൊക്കെ ആയ ആളുകൾ അവിടെ ചെന്ന് നടത്തുന്ന ഓരോ അഭ്യാസങ്ങളും അവിടെ ചെന്ന് സൃഷ്ടിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ പശ്ചാത്തലമൊക്കെ വെച്ച് അത്തരം ക്രിമിനൽ വാസനയുള്ളവർ അത് യഥേഷ്ടം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഈ നാട്ടിൽ തന്നെ തുടർന്നോട്ടെ, അങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കണ്ട എന്നത് ഉറപ്പാക്കാനാണ് അത്തരമൊരു നിർദ്ദേശം സർക്കാർ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത് നേപ്പാളുകാർക്കും ആഫ്രിക്കയിലെ എത്തിയോപ്യ തുടങ്ങിയ ചില രാജ്യങ്ങളിലെ ആളുകൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ റേഞ്ചോളം നമ്മൾ വളർന്നു എന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ അടുത്ത സമയത്തല്ലേ ഷാർജയിലോ മറ്റോ ടിക്ടോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ചു ചെന്ന് ഒരുത്തനെ അങ്ങ് കുത്തിക്കൊന്നു. അതുപോലെ തന്നെ വ്യാപകമാകുന്ന മറ്റു പല ക്രിമിനൽ പ്രവൃത്തികളും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഡേറ്റ അവിടെയുണ്ട്. നമ്മുടെ രാജ്യത്തെ പോലെ അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ പ്രതികളെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ധർണ, ഉടനെ ഞങ്ങൾ കയ്യിൽ വെച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞൊരു വിഭാഗം, മറ്റൊരു വിഭാഗം അതിനെതിരെ പോസ്റ്റുകൾ, പിന്നെ ആകാശത്തേക്ക് വെടിവെപ്പ്, പിന്നെ കല്ലേറ്, പിടിച്ചു തള്ള്, ഉന്ത്, ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ. അവിടെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ലാ എൻഫോഴ്സ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ കൺട്രോൾ. ഒബ്ജക്റ്റീവ് ലാ എൻഫോഴ്സ്മെൻറ്റ് വിത്തൗട്ട് എനി ബയസ്, വിത്തൗട്ട് എനി പ്രിജുഡിസ്. അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്കൊരു എംപ്ലോയ്മെൻറ്റ് വിസ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പാസ്പോർട്ടെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ഈ പോലീസ് ക്ലിയറൻസ് കൊടുക്കണം. പാസ്പോർട്ട് ഓഫീസിൽ പോയി, അക്ഷയയിൽ പോയി അതിൻ്റെ സർവീസ് ഫീസൊക്കെ അടച്ച് അവിടെ ചെന്ന് ആ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം അവരത് നേരെ SP ഓഫീസിലേക്ക് അയക്കും. പിന്നെ അത് ഈ കൺസേൺഡ് ആളിൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കും. അവിടെ നിന്ന് ഇത് തിരിച്ച് ഇതേ വഴി തന്നെ കറങ്ങി അവിടെ ചെല്ലും. പിന്നെ തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിൽ നിന്നോ മറ്റോ ആണത് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസമുണ്ട് അതിനകത്ത്? എത്ര സമയം അതിനു വേണ്ടി അവൻ ചിലവഴിക്കണം? ഓരോ സ്ഥലത്തും പോയി നിന്ന് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാത്തു നിന്ന്. ഒന്നാലോചിച്ച് നോക്കി, ഇവിടെ പണിയൊന്നുമില്ലാതെ ഒരു മാർഗ്ഗവും ഇല്ലാതെ അങ്ങോട്ട് കയറിപ്പോകുന്നവനാണ്. അപ്പോൾ മുമ്പേ കയറിപ്പോകുന്ന വായ്നോക്കികൾ ഓരോ രാജ്യത്തും ചെന്ന് ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് പിന്നാലെ വരുന്നവൻ അനുഭവിക്കുന്ന സ്ഥിതിയാണ്. എന്ന് മാത്രമല്ല മക്കളെ, ഇനിയിപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ചാടി പുറപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഗ്യാങ് വർക്കിനോ അല്ലെങ്കിൽ അല്ലാത്ത ഏർപ്പാടിനോ അല്ലെങ്കിൽ MDMA കച്ചവടത്തിനോ ഒക്കെ പോയി പാസ്പോർട്ട് കയ്യിലുള്ളതുകൊണ്ട് രായ്ക്ക് രാമാനെ എങ്ങോട്ടെങ്കിലും കയറ്റി വിടാം എന്നൊക്കെ വിചാരിച്ചാൽ ഇനി അത് പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പണ്ട് കയറിപ്പോയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കുഴപ്പം പിടിക്കുന്നു, രായ്ക്ക് രാമാനം കയറ്റി അങ്ങ് വിടുന്നു, എന്നിട്ട് ഇവിടുത്തെ കേസ് ഒതുക്കുന്നു, അങ്ങനെ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിനെത്തുമ്പോൾ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ ആ ക്രിമിനൽ കേസ് ഉണ്ട് എന്ന് അതിൽ രേഖപ്പെടുത്തും. വേറെ തരം കേസാണോ ഉള്ളത് അത് രേഖപ്പെടുത്തും. അത് രേഖപ്പെടുത്തിയാൽ എന്തു ചെയ്യും? ഇനി നീ നന്നാവാനൊക്കെ തീരുമാനിച്ച് എല്ലാം അവസാനിപ്പിച്ച് വിശുദ്ധനാകാൻ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത രീതിയിൽ പെട്ടുപോകും. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധാപൂർവം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, മുൻഗാമികൾ നമുക്ക് തന്ന ഒരു പുണ്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലമുറയിലൊക്കെ പെട്ടവർ അവിടെ പോയി നടത്തിയ അധ്വാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ നേപ്പാൾ ആഫ്രിക്കൻ സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ രാജ്യം 4ാം ശക്തിയാവാനും 3ാം ശക്തിയാവാനും വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്നു എന്ന് അഭിമാനപൂർവ്വം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഒരു പൊതുസ്ഥിതിയാണ് ഇതെന്നുള്ള കാര്യം മറക്കാതിരിക്കാം.